ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണ കോട്ടൺ സാരീസ് ആണ്. അപ്പോൾ കുറേ പേരായി ചോദിക്കാറുണ്ട് ചെക്ക് കോട്ടൺ അല്ലാണ്ട് നോർമലി കോട്ടൺ സാരീസിൽ എംബ്രോയ്ഡറി ചെയ്തതുണ്ടോന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോർമൽ കോട്ടൺ സാരീസ് ആണ് കാണിക്കുന്നത്. അത് ചിലതൊക്കെ വിത്ത് ബ്ലൗസ് പീസസ് ആണ്. ബ്ലൗസ് പീസിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെയിം കളർ വിത്ത് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. കോൺട്രാസ്റ്റ് കളേഴ്സ് ഒന്നും അല്ല, സെയിം കളർ തന്നെ 1 മീറ്റർ ബ്ലൗസ് പീസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും ബഡ്ജറ്റഡ് വൈസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒത്തിരി വർക്ക് ചെയ്തിട്ടില്ല. മിനിമം കാണുന്ന രീതിയിൽ ഡെയിലി വെയറിന് പറ്റിയ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഒത്തിരി ഹെവി വർക്ക് അല്ലാണ്ട് നോർമലി ഉള്ള വർക്ക്സേ ഉള്ളൂ. കാണുന്ന ഭാഗത്ത് മാത്രം മിനിമം ആയിട്ട് വർക്ക് ചെയ്തിട്ട് ബഡ്ജറ്റിലായിട്ട് കൊണ്ടുവന്ന സാരീസാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കണോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ആദ്യത്തെ സാരി നമുക്ക് കണ്ടു നോക്കാം. അപ്പം ആദ്യത്തെ സാരിയുടെ കളർ ഒരു നല്ലൊരു കളറാണ്, ഒലീവ് ഗ്രീൻ ആണ്. അപ്പോൾ ശരിക്കും ഒലീവ് നമ്മൾ ഇങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടുമ്പോൾ ലൈറ്റ് ഒലീവ് ഗ്രീൻ നമ്മൾ കാണത്തില്ലേ, ആ സെയിം കളർ ആണ്, ഒലീവിൻ്റെ സെയിം കളറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ബ്ലൂ ഷെയ്ഡ് ത്രെഡ് ഇട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കോട്ടൺ സാരി. ഈ കോട്ടൺ സാരി എൻ്റെ അകത്ത് സെൽഫ് ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ടുള്ള ഒരു കോട്ടൺ സാരിയാണ്. അത് നല്ലോണം ഇതിപ്പോൾ നല്ല സ്റ്റാർച്ച് മുക്കിയിട്ട് ഉടുക്കുവാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കും. ഇതിപ്പം സെമി സ്റ്റാർച്ച്ഡാണ്, ഒത്തിരി സ്റ്റിഫായിട്ട് അല്ല ഇപ്പോൾ ഇരിക്കുന്നത്, സെമി സ്റ്റാർച്ച് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ. ഇതെൻ്റെ ഒരു സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ലൊരു കളർ, ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല, നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാക്ട് കളർ, സാരിയുടെ കളർ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിക്കും ആ ഒലീവിൻ്റെ കളർ തന്നെയാണ് ഈ ഒരു സാരിയുടെ. അതിൻ്റെ അത് ബ്ലൂ കളർ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഫ്ലവറിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കളറാണ് നമ്മൾ ഡിസൈനാണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത്. കുഞ്ഞ് ഡിസൈനാണ്, ഒത്തിരി വലിയ ഡിസൈനൊന്നും അല്ല, ഒരു കുഞ്ഞ് ഡിസൈൻ മുന്താണിയിൽ ഇങ്ങനെ കൊടുത്തു. പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു സിംഗിൾ ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ 3 ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്താണിയിൽ നിന്ന് റണ്ണിങ് പോർഷനിൽ ആ ഷോൾഡറിലോട്ട് പോകണ അവിടം വരെ ഇങ്ങനെ 3 ഫ്ലവേഴ്സ് പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഷോൾഡറിൽ വന്നിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു ഡിസൈന് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 സിംഗിൾ ഫ്ലവർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വലിയ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ഫ്ലവർ വലിയ ഡിസൈൻ കഴിഞ്ഞ് 2 സിംഗിൾ ഫ്ലവർ കഴിഞ്ഞിട്ടാണ് ഒരു വലിയ ഡിസൈൻ. ഇതപ്പോൾ ഷോൾഡർ പോർഷനിൽ വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ഷോൾഡർ പ്ലീറ്റിൽ ഇവിടെ ഷോൾഡറിൽ നിന്ന് താഴെ പൊക്കിളിൻ്റെ അവിടെ അല്ലെങ്കിൽ വയറിൻ്റെ അവിടം വരെ ആയിട്ട് ഡിസൈനിങ് ഇതുവരെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെയിം പാറ്റേൺ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഇത് ഫുൾ സാറ്റിൻ സ്റ്റിച്ച്, അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിന് വിത്ത് ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് സെയിം കളർ ബ്ലൗസ് പീസാണ്. അതിൻ്റെ അകത്തും സ്ലീവിൽ ഇതുപോലെ ഒരു ഡിസൈൻ, ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ ആണ് സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1400 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്ത സാരി നമ്മുടെ കോട്ടൺ സാരി, കളറ് ടെർക്കോയ്സ് ബ്ലൂ ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ടെർക്കോയ്സ് ബ്ലൂ ആണ്. അതിൻ്റെ അകത്ത് ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബ്ലൂ സാരിയിൽ പിങ്ക് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചസ് സ്പൈഡർ സ്റ്റിച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് മുന്താണിയിൽ വരുന്ന, ഒരു സൈഡിൽ വരുന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഫ്ലവർ പാറ്റേൺ ആണ് ഇതുവരെ. അത് കഴിഞ്ഞിട്ട് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വിട്ടിട്ട് റണ്ണിങ് പോർഷനിൽ വീണ്ടും ഇതുവരെ തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇത് സ്പൈഡർ സ്റ്റിച്ചാണ്, പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ വരുന്നു, 2 എണ്ണം. അപ്പം മുന്താണിയിൽ അടുപ്പിച്ച് 2 എണ്ണം വരുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഷോൾഡർ പ്ലീറ്റിലാണ് ഡിസൈൻ വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈൻ ആണ് വരുന്നത്. 3 എണ്ണം അടുപ്പിച്ച് വരുന്നുണ്ട്. ഇതുപോലെ 3 എണ്ണം അടുപ്പിച്ചാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ട് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. ഇതും വിത്ത് ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ സ്പൈഡർ വർക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് വിത്ത് ബ്ലൗസിൻ്റെ അകത്ത് സ്ലീവിൻ്റെ അവിടെ ഇതുപോലെ സ്പൈഡർ വർക്ക് ചെയ്ത ഒരു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1350 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. നമ്മൾ ഓഫീസിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കോട്ടൺ സാരീസ് ആണ് ഇന്നത്തെ സാരീസ് എല്ലാം. ഇതും വിത്ത് ബ്ലൗസ് ആണ്, സിമ്പിളായിട്ട് സ്ലീവിൽ വരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്ത സാരി നമ്മുടെ കോട്ടൺ സാരിയുടെ കളർ പീച്ച് കളറാണ്. ലൈറ്റ് പീച്ച് ഷെയ്ഡിനകത്ത് ലാവൻഡർ ഡിസൈൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ച് ലേസി ഡേസിയും ഫ്രഞ്ച് നോട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെ ഇതുപോലെയാണ് നമ്മുടെ മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. ഒരു എസ് ഷേപ്പാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലാവൻഡർ ഷെയ്ഡും ഡാർക്ക് ലാവൻഡർ ഷെയ്ഡും വൈറ്റും ഒലീവ് ഗ്രീൻ ത്രെഡ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി തെറിച്ച് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ സെറ്റിലായിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് മുന്താണിയുടെ ഒരു സൈഡിൽ, പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുവരെ തന്നെ വീണ്ടും ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. സെയിം നമ്പർ ഓഫ് ഡിസൈൻസും ആണ് എല്ലാത്തിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് റണ്ണിങ് പോർഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റ് ആണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇതിനകത്ത് നേരത്തെ കാണിച്ചു പോലെ 3 ഡിസൈൻ ആണ് ഇതുപോലെ വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. അത് ഒത്തിരി തെറിച്ച് നിൽക്കുന്നു അല്ല, അന്ന് അത്യാവശ്യം കാണാനുണ്ട് രീതിയിലാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ 3 ഡിസൈൻ ആണ് ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നത്. അപ്പോൾ ഇതിന് വിത്ത് ബ്ലൗസ് പീസ് ഇല്ല. ഇത് സെയിം കളർ ബ്ലൗസ് പീസ് അവൈലബിൾ അല്ല. ഇത് സാരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം സിംഗിൾ പീസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് 1350 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സാരി. ഏറ്റവും ലാസ്റ്റത്തെ സാരി നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെ ഏറ്റവും അവസാനത്തെ സാരി കോട്ടൺ ചെക്കോട്ടയാണ്. അത് നോർമൽ കോട്ടൺ സാരി, ആദ്യത്തെ 3 സാരി പോലെയല്ല. ഇത് ചെക്കോട്ട സാരിയാണ്. പക്ഷെ ഇത് കോട്ടൺ ചെക്കോട്ട തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ലാവൻഡർ ഷെയ്ഡിൽ ലേസി ഡിസൈൻ ചെയ്ത ഒരു സാരിയാണ്. ഇതിൻ്റെ അകത്ത് കുറേ ഡിസൈൻസ് ഉണ്ട്. 12 ഡിസൈൻസ് ഉണ്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതൊരു ഡിസ്കൗണ്ട് സെയിലാണ് ഈ ഒരു സാരി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പാറ്റേൺസ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് സാരിയുടെ മുന്താണിയിൽ ഇതുവരെ രണ്ട് സൈഡിലും സെൻറ്ററിലും ഡിസൈനിങ് വന്നിട്ടുണ്ട്. ലേസി ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ലാവൻഡറിൻ്റെ അകത്ത് ഓരോ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിൽ ഷുഗർ ബീഡ്സ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ മുന്താണി വരുന്നു. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. ഇതുപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലാണ്. റണ്ണിങ് പോർഷനിൽ 2 ഡിസൈൻ ആണ് വരുന്നത്. ഈ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലാണ് അടുപ്പിച്ച് വരുന്നത്. അടുപ്പിച്ച് 3 ഡിസൈൻ ആണ് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 3 എണ്ണമാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ റണ്ണിങ് പോർഷനിൽ 2 എണ്ണവും ഫ്രണ്ടിൽ 3 എണ്ണമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് താഴത്തെ പ്ലീറ്റ്സിൽ വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റ്സിൽ ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിലാണ് പ്ലീറ്റ്സിൽ വരുന്നത്. അങ്ങനെ പ്ലീറ്റ്സിൽ 3 ഡിസൈൻ ആണ് വരുന്നത്. ഇതുപോലെ 3 ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ പ്ലീറ്റ്സിൽ വരുന്നുണ്ട്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ പ്ലീറ്റ്സിന് മുമ്പായിട്ട് ഒരു ഡിസൈൻ ഇതുപോലെ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നുണ്ട്. അപ്പോൾ താഴെ 4 എണ്ണം, മുന്താണിയിൽ 3 എണ്ണം, റണ്ണിങ് പോർഷനിൽ 2 എണ്ണം, ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണം. അങ്ങനെ മൊത്തത്തിൽ 12 ഡിസൈൻ ആണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഡിസ്കൗണ്ട് സെയിലാണ്. അപ്പോൾ ഈ ഒരു ഇതാണ് റേറ്റ്. ഇത് റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ്. ഇതിന് വിത്ത് ബ്ലൗസ് പീസ് ഇല്ല. ഇതും സാരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാനം കണ്ട 2 സാരിക്ക് വിത്ത് ബ്ലൗസ് പീസ് ഇല്ല. ആദ്യം കണ്ട 2 സാരിക്ക് വിത്ത് ബ്ലൗസ് പീസുമാണ്. അപ്പോൾ ഇന്നത്തെ 4 ഡിസൈനും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്
താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണ് വേണ്ടേ എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. എല്ലാവരും കസ്റ്റമേഴ്സ് വരുന്നവർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് ഏത് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.